പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു മോഡാണെന്ന് വിചാരിച്ചാണ് നമ്മൾ എല്ലാവരും പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് അല്ലേ. എന്നാൽ അങ്ങനെയല്ല, ഒരുപാട് ഉപയോഗങ്ങൾ ഫ്ലൈറ്റ് മോഡിന്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മൾ യൂട്യൂബിൽ ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്ലൈറ്റ് മോഡ് ഒരുപാട് ഉപകരിക്കും. അത് എന്താണെന്ന് മെയിനായിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് നമുക്ക് അൺനോൺ കോളൊക്കെ നമ്മൾ ലൈവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അൺനോൺ കോളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈവ് കട്ടാവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അല്ലേ. അങ്ങനെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിസ്റ്റർബും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല. അതായത് നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ടൊക്കെ അൺനോൺ കോളൊക്കെ വന്നിട്ട് നമ്മുടെ ലൈവിലൊക്കെ കുറച്ച് സമയം ആണെങ്കിൽ ബ്ലാക്ക് ആവുമായിരുന്നു. അതേ രീതിയിലുള്ള ആ പ്രോബ്ലം എല്ലാം സോൾവ് ആയി കിട്ടും. ഇതേ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ലൈവ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കമൻറ്റ് എനിക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈവ് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും അതിനെപ്പറ്റി. ഇനി അടുത്ത ഒരു കാര്യം പറയാം. വാട്സപ്പ് കോളും ഇതേമാതിരി തന്നെയാണ്. വാട്സപ്പ് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി തന്നെ ഫ്ലൈറ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് ഡിസ്റ്റർബ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ അൺനോൺ കോൾ അതും ഇതേമാതിരി തന്നെയാണ് കേട്ടോ. വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വാട്സപ്പ് വീഡിയോ കോൾ നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഓക്കെ, വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ കോൾ ആയാലും അല്ലാതെയുള്ള കോൾ ആയാലും എല്ലാം ഒരേമാതിരിയാണ്. എന്നാലും വീഡിയോ കോളിനാണ് കൂടുതലായിട്ട് ഈ ഒരു ഉപകാരം കൂടുതലായിട്ടുണ്ടാകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഇട്ടുകൊണ്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിസ്റ്റർബും ഉണ്ടാവത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര, അതായത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ വൈഫൈ അല്ല ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ സാധാരണ നെറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ നെറ്റ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ സമയത്ത് ഒരുപാട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ. നമ്മൾ ഈ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഇട്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പെട്ടെന്ന് ബാറ്ററിയുടെ ചാർജ് കുറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മൊത്തത്തിൽ ഒരുപാട് ബാറ്ററി ഡ്രൈ ആവുന്ന പ്രോബ്ലം, ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലവും ഒന്ന് സോൾവ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് അതിനുവേണ്ടി ഉപയോഗിച്ച് നോക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി അടുത്തായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മളിപ്പം നമ്മുടെ മൊബൈലൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് ചാർജ് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകുന്നതിന് വേണ്ടി പെട്ടെന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചാർജ് ആവും. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലൊക്കെ പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്താലും ഉണ്ടാവും. പക്ഷെ എന്നാലും അത് പെട്ടെന്ന് നമുക്ക് ഓൺ ചെയ്യാനും പല രീതിയിലൊക്കെ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതാവുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചാർജ് ആയി കിട്ടും. പെട്ടെന്ന് നിസ്സാര സമയം കൊണ്ട് ചാർജ് ആയി കിട്ടും. ഇതല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മൊബൈലിൽ ആരെങ്കിലുമൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം അത് ഏത് രീതിയിലാണ് കയറി കൂടിയെന്നുള്ളത് അല്ലേ. അപ്പോൾ അതേ രീതിയിലൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഒരു വിദ്യ പറയാം. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇതൊക്കെ ഒന്ന് എന്താണ് പറയുന്നത്, അതൊന്ന് ഒഴിവായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവരൊക്കെ സിഗ്നൽ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റീഫ്രഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റീഫ്രഷ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് പാസ്വേഡ് പല കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ ചിലപ്പം വീണ്ടും കയറാനായിട്ട് പിന്നെ ചിലപ്പോൾ ലിങ്ക് വഴിയായിരിക്കാം, പല രീതിയിലായിരിക്കാം അല്ലേ. അപ്പോൾ അതേ രീതിയിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതേ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് മോഡൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ തന്നെ കുറഞ്ഞ ഒരു 10 പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ഇനി ഉപയോഗങ്ങൾ നോക്കാനാണെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഉപയോഗങ്ങൾ ഇങ്ങനെ നമുക്ക് വീഡിയോ അങ്ങോട്ട് വലിച്ചു നീട്ടി മുന്നോട്ട് ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ പക്ഷം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലൈറ്റ് മോഡ് ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടും.
അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് ചാർജ് ചെയ്യുമ്പോഴല്ല അത് നമുക്ക് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.